ക്രൈസ്തവ അനുഭവങ്ങളുടെ നല്ല ആഗ്രഹത്തിനും തടസ്സം സൃഷ്ടിക്കാൻ അന്ന് രാവിലെ പെയ്യുന്ന ഒരു ചാറൽ മഴയോ ഒരു മൂക്കടപ്പൊക്കെ മതി അന്ന് പള്ളി പോകാതിരിക്കണം. നമ്മളാ യോഹന്നാൻ സ്നാപകൻ അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർത്തിയ വലിയ നിയോഗങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം പ്രിയമുള്ളവരെ. ക്രൈസ്തവ അനുഭവങ്ങളുടെ പശ്ചാത്തലങ്ങൾ നാം ആയിരിക്കുന്ന സഭയുടെ വലിയ ശക്തികൾ തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാവേണ്ടിയിരിക്കുന്നു. ചരിത്രം പറഞ്ഞു കൊടുക്കണം. സഭയുടെ വലിയ ചരിത്രങ്ങൾ നമ്മുടെ തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഗീവർഗീസ് സഹോദരരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദേവാലയത്തിലേക്കൊക്കെ വരുമ്പോൾ ആരാണ് ഗീവർഗീസ് സഹോദരം, ആരാണ് പരിശുദ്ധന്മാർ, ആരാണ് ശുദ്ധിമതി എന്ന് തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ തലമുറകളിലേക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ വലിയ അപകടം ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ സീരിയലുകളും സിനിമകളും വെബ് സീരീസുകളും മാത്രം കണ്ടു പരിചയമുള്ള നിങ്ങളുടെ കുഞ്ഞുമക്കൾ അമ്മയുടെയും അപ്പയുടെയും ഒക്കെ കൈപിടിച്ച് ഈ ദേവാലയത്തിന്റെ കമനീയമായ അന്തരീക്ഷത്തിലേക്ക് ഉള്ളറകളിലേക്ക് കയറി വരുമ്പോൾ ഗീവർഗീസ് സഹോദരനുള്ള മനോഹരമായ ഛായാചിത്രം നോക്കി പറയും, എന്തു പറയും? അപ്പേ അപ്പേ, അമ്മേ അമ്മേ. ബാഹുബലി എന്ന് പറയുന്ന കാലമൊന്നും അത്ര വിദൂരമല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം ആരാണ് പരിശുദ്ധൻ, എന്താണ് ഗീവർഗീസ് സഹോദരനുള്ള പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത പൂർവിക മാതാപിതാക്കന്മാരുടെ ചരിത്രം മലങ്കര സഭയ്ക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ ചരിത്രം പേറുന്ന സഭയുടെ പൂർവികരായ പിതാക്കന്മാരുടെ അനന്തര തലമുറകളാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ. 52 തോമാസ് ശ്ലീഹ വന്നതും 72 കുന്തമുനിയ കുത്തപ്പെട്ടതും 325 നിക്കാസുരദോസും 351 കുസന്തീനോപോലിസിലും 431 എഫോസൂസും 451 സഭയുടെ ആദ്യ വിഭജനം നൽകാൻ കൽക്കത്തൂർ സുരകദോസും അതിനുശേഷം മലങ്കര സഭയുടെ ചരിത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1599 മലങ്കര നസ്രാണിയെ റോമൻ മുഖത്തിലേക്ക് കൊണ്ടുപോയ ഉദയംപേരു സുനകദോസിലേക്ക് അലസിസ് ഡി മെനുസസിന്റെ നേതൃത്വത്തിൽ മലങ്കര നസ്രാണിയെ റോമൻ മുഖത്തിലേക്ക് കൊണ്ടുപോയതും ദേശാഭിമാനവും ജാത്യാബോധമുള്ള മലങ്കര നസ്രാണി 54 വർഷങ്ങൾക്ക് ശേഷം 1653 പശ്ചാത്തലത്തിൽ മട്ടാഞ്ചേരിയിൽ കൂനംകുരിശിലൂടെ അറബിക്കടലിൽ റോമൻ മുഖത്തെ തള്ളിയതും അതിനുശേഷം 1665 പശ്ചാത്തലത്തിൽ യെരുശലേമിൽ നിന്ന് അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് മലങ്കര സഭയിലേക്ക് കടന്നു വന്ന് അന്ത്യോക്യൻ ബന്ധം ആദ്യമായി ആരംഭിച്ചതും അതിനുശേഷമുള്ള മലങ്കര സഭയുടെ ചരിത്രത്തിൽ 1836 പശ്ചാത്തലത്തിൽ നമുക്കറിയാം. മാവേലിക്കര ഭദ്രാസനത്തിന്റെ അംഗങ്ങളായ നാം മനസ്സിലാക്കണം, ഇംഗ്ലീഷ് മിഷണറിമാർ ഇവിടേക്ക് വന്ന് മലങ്കര സഭയിൽ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷം കൊണ്ടുകൊണ്ട് മലങ്കര നസ്രാണിയെ നവീകരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാവേലിക്കര പടിയോലയിലൂടെ മലങ്കര നസ്രാണി അതിനെ ജയിച്ചതും അതിനുശേഷം 1842 പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ അംഗമായ ഒരു മനുഷ്യൻ മാത്യൂസ് അത്താനാസ്യോസ് ശമാശൻ അന്ത്യോക്യയിലേക്ക് ആദ്യമായി പോയി 1843 തിരിച്ച് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യോസ് എന്ന മെത്രാപ്പോളിത്തെ തിരിച്ചു വരുമ്പോൾ നവീകരണത്തിന്റെ ശീതകാറ്റ് മലങ്കര സഭയിൽ അടിച്ചപ്പോൾ 1889 പശ്ചാത്തലത്തിൽ മർത്തോമാ സഭ എന്ന പുതിയ സംഘടനയുണ്ടാക്കി മാറിയതും നവീകരണത്തിന്റെ ശീതകാറ്റ് മലങ്കര സഭയിൽ അടിച്ചതും 1876 പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ അനുവാദമില്ലാതെ മലങ്കര സഭയിലേക്ക് വന്ന് മലങ്കര സഭ ഒന്നായി നിന്ന മലങ്കര സഭയെ ഛിന്ന ഭിന്നമായ ഭദ്രാസനമായി വെട്ടിക്കേറിയ പത്രോസ്തയും പാത്രിയാർക്കീസിന്റെ കടന്നുവരവും 1912 പശ്ചാത്തലത്തിൽ തെഗ്രീസിന്റെ തീരഭൂമിയിൽ നാമാവശേഷമായ കാതോലിക്കേറ്റ് മലങ്കര സഭയുടെ മണ്ണിലേക്ക് 1912 പശ്ചാത്തലത്തിൽ അന്ത്യോക്യയിൽ മാനം കറുത്താൽ ഇവിടെ പണിക്കുമെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ 1912 പശ്ചാത്തലത്തിൽ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെയും അബ്ദേഹമസിയ പാത്രിയാർക്കീസിന്റെയും മുറിമറ്റത്തിൽ മാറിവാനിയോസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ 1912 കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനവും അതിനൊന്നുകൂടെ വ്യാഖ്യാനം നൽകുമ്പോൾ അത് പേർഷ്യൻ മൊപ്രിയാനേറ്റും അന്ത്യോക്യൻ കാതോലിക്കേറ്റിന്റെ വലിയ അനുഭവങ്ങളെയും ഒക്കെ സമഞ്ജസമായി സമന്വയിച്ചുകൊണ്ട് മലങ്കര സഭയിൽ ഉണ്ടായതും അതിനുശേഷം 1930 പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ കാതോലിക്കയാകണമെന്ന് വല്ലാണ്ട് മോഹിച്ച് അത് സാധിക്കാതെ പോയപ്പോൾ 1930 പശ്ചാത്തലത്തിൽ മലങ്കര സഭയെ വഞ്ചിച്ച് മലങ്കര സഭ അംഗമായ ഒരു മനുഷ്യൻ മാറിവാനിയോസ് എന്ന മനുഷ്യൻ റീത്ത് എന്ന് പറഞ്ഞൊരു പുതിയ പ്രസ്ഥാനം ഉണ്ടായതും ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പേ 1934 പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഉണ്ടാക്കിയ നക്കലിന്റെ അടിസ്ഥാനത്തിൽ ഗീവർഗീസ് ദിയൻ ബാബയുടെ നേതൃത്വത്തിൽ
പാസാക്കിയ മലങ്കര സഭയുടെ ഭരണഘടനയും അതിനുശേഷം 1958 പശ്ചാത്തലത്തിൽ മലങ്കര സഭയിൽ സമാധാനം സംജാതമായതും 1970 പശ്ചാത്തലത്തിൽ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്തതുപോലെ ഛിന്ന ഭിന്നമായി രണ്ട് സഭയായി മലങ്കര സഭ കീറിമുറിച്ചതും 1995 ഒരു കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ വിധി പാത്രക്കേസിന്റെ അധികാരം ഡിമിനിഷിംഗ് ടു എ വാനിഷിംഗ് പോയിന്റ് എന്ന പുതിയ വിധിന്യായം മലങ്കര സഭയ്ക്ക് അനുകൂലമായി ഉണ്ടായതും 2017 ജൂലൈ 3-ാം തീയതി മലങ്കര സഭയുടെ 1934 ഭരണഘടന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അഭയം ചെയ്തുകൊണ്ടുള്ള പുതിയ നീതിന്യായമൊക്കെ ഉണ്ടായ ചരിത്രങ്ങളെ നമുക്കറിയാം. പക്ഷെ ഇതിനൊക്കെ ഈ ചരിത്രങ്ങളെ കേട്ടുവെച്ച് നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് നാം ഇന്ന് ആയിരിക്കുന്നത്. നാം ഇന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ മലങ്കര സഭ എങ്ങനെ ആയിരിക്കുന്നു, പൂർവിക പിതാക്കന്മാർ എങ്ങനെ കഷ്ടപ്പെട്ടാണ് നാം ഇന്ന് ആയിരിക്കുന്ന ആരാധന സൗകര്യത്തിന്റെ അനുഭവത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നതെന്നുള്ളത് നമ്മുടെ അനന്തര തലമുറകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രിയമുള്ളവരെ, തലമുറകൾക്ക് ഇങ്ങനെയുള്ള സുന്ദരമായ ചരിത്രങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെയോ പറഞ്ഞു കൊടുക്കുവാൻ മറന്നു പോകുമ്പോൾ പിതൃത്വത്തെ നിഷേധിക്കുന്ന പുത്രന്മാർക്ക് തുല്യമായി നാം ഒക്കെ മാറുകയാണ്.